ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ മാത്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്നവരെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇന്ന് CBSE 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് cos square theta divided by 1 minus tan theta plus sin cube theta divided by sin theta minus cos theta is equal to 1 plus sin theta cos theta. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ LHS ഏതാണ്? ഇതിന്റെ cos square theta അല്ലെ? cos square theta divided by LHS നമുക്ക് എഴുതാം. cos square theta divided by 1 minus tan theta plus sin cube theta divided by sin theta minus cos theta. ഇവിടെ നോക്കിക്കേ, cos square theta divided by 1 minus tan theta. ഈ tan theta നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് നമുക്ക് എങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്? tan theta is equal to എന്താണ്? tan theta is equal to sin theta divided by cos theta. ഇത് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്. sin theta divided by cos theta. ഓക്കെ, അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. cos square theta divided by 1 minus sin theta divided by cos theta plus sin cube theta divided by sin theta minus cos theta. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. cos square theta divided by 1 into cos theta minus sin theta divided by geometry cos theta. ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലെ? പ്ലസ് sin cube theta divided by sin theta minus cos theta. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ cos square theta ഇതെല്ലാം ഇനി എന്ത് ചെയ്യും? നമ്മൾ ഈ cos square theta divided by cos theta minus sin theta divided by cos theta യുടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഈ ഇതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ cos square theta divided by cos theta minus sin theta into cos എന്താണ്? ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് അല്ലെ? cos theta. ഈ cos theta മേളിലോട്ട് വന്നു അല്ലെ? പ്ലസ് sin cube theta divided by sin theta minus cos theta. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? മനസ്സിലായല്ലോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos theta റെസിപ്രോക്കൽ ആയിട്ട് വന്നുകൊണ്ടാണ് ഇവിടെ cos theta വന്നത്. റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ cos square theta into cos theta എന്താണ്? cos cube theta. ഇവിടെ നോക്കിയേ, നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. cos theta minus sin theta minus cos theta. ഈ ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ cos theta minus sin theta plus sin cube theta divided by minus of sin theta cos theta plus sin theta cos theta minus sin theta. ഇനി നമുക്ക് എഴുതാം cos cube theta divided by cos theta minus sin theta. ഇതുണ്ടോ? രണ്ടും ഒന്ന് മൈനസ് മൾട്ടിപ്ലൈ നോക്കിയേ. മൈനസ് cos theta plus sin theta. അത് തന്നെയല്ലേ sin theta minus cos theta എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയി. എന്താണ്? cos theta minus sin theta ആയി. മൈനസ് ഈ മൈനസ് ഇവിടെ വരുന്നു. അപ്പൊ sin cube theta. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ cos cube theta minus sin cube theta. ഇതിനെ നമുക്ക് നേരത്തെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. a cube minus b cube is equal to എന്താ പഠിച്ചിരിക്കുന്നത്?
എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി അല്ലെ? ഇതാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിരുന്നത്. ഈ ഇക്വേഷൻ ആണ് ഇനി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇതുവരെ എല്ലാം ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ഇനി നമുക്ക് ഇതിൽ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കോസ് ക്യൂബ് തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റ, ഇത് എയും ഇത് ബിയും ആയിട്ട് എടുത്ത് ചെയ്യാം. അപ്പം എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ അല്ലെ, ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ തീറ്റ എന്തുവാണ്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലെ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇത് എയും ഇതും ബിയും ആണ്. ഇത് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. അപ്പൊ എന്താ? കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റയും കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയും കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ നമ്മൾ ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിരിക്കുന്നത്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? 1 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സൈൻ സ്ക്വയർ തീറ്റ 1. അപ്പൊ ഇതെന്താകും? നമുക്ക് 1 ആകും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ അല്ലെ. അത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് LHS is equal to എന്താണ്? LHS is equal to RHS കിട്ടി നമുക്ക്. മീൻസ് പ്രൂവ്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ അല്ലെ. ഇത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് എയും ബിയും ആയിട്ട് എടുത്തുകൊണ്ട് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ഐഡന്റിറ്റി പഠിച്ചിരിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യണം. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1. പിന്നെ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു LHS is equal to RHS. അപ്പം ഈ കണക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ദയവായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതൊക്കെ എന്നെ ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.